നമസ്കാരം ടിട്ടാ. ഞാൻ മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയാണ്: ഒരു ഇസ്ലാം മതസ്ഥനായ വ്യക്തിയോട് ഒരു ചാനൽ അവതാരിക ചോദിക്കുകയാണ്, ഇറാനും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടായാൽ നിങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്ന്. അപ്പോൾ ആ ഇസ്ലാം മതസ്ഥനായ അദ്ദേഹത്തിൻ്റെ മറുപടി ഇറാനോടൊപ്പം എന്നായിരുന്നു. എന്നാൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറേ ഇസ്ലാം നാമധാരികളായ ആളുകൾ വന്ന് പച്ചത്തെറിയും വിളിക്കുന്നുണ്ട്, കുറേ പോസ്റ്റും ഇടുന്നുണ്ട്. ആ കമൻറ്റുകളോടൊപ്പം ഇവർ കുറേ ഫോട്ടോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, ഫോട്ടോസും കൂടി കമൻറ്റുകളായി ഇടുന്നുണ്ട്. അത് മാധ്യമം, മൗദൂദി ചാനലായ മീഡിയ വണ്ണ് ഇങ്ങനെയൊക്കെ പോലുള്ള മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ പോസ്റ്റുകളാണ് അതിൽ കമൻറ്റുകളായി ഇടുന്നത്. അതിൽ ഹിന്ദു നാമധാരികളായ കുറച്ച് ആളുകൾ ഈ ഇടയ്ക്ക് പിടിക്കപ്പെട്ടവരാണ്. അവർ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലെ ഫോട്ടോസ് എടുക്കുകയും ഇന്ത്യയുടെ സൈനികപരമായ വിവരങ്ങൾ ചോർത്തി പാകിസ്ഥാന് കൊടുക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇതിനോട് എനിക്ക് പറയാനുള്ള മറുപടി, ഈ മതതീവ്രവാദവും രാജ്യദ്രോഹവും രണ്ടും രണ്ടാണ്. ഇത് അറിഞ്ഞൂടാത്തവരാണ് ഇങ്ങനെയൊക്കെ വന്ന് കമൻ്റ് ഇടുന്നത്. മതതീവ്രവാദത്തിന് ഇന്ത്യയിൽ പ്രത്യേക നിയമം തന്നെയുണ്ട്, രാജ്യദ്രോഹത്തിനും വേറെ നിയമമാണ്. ഇത് രണ്ടും രണ്ടാണ്. മതതീവ്രവാദമെന്നാൽ UAPA, അതായത് നേരത്തെ ഇന്ത്യൻ പീനൽ കോഡ് എന്ന നിയമമായിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാർ ആ നിയമങ്ങളെയൊക്കെ മാറ്റി പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. UAPA എന്ന നിയമം, അത് മതതീവ്രവാദത്തിൽ ഏർപ്പെടുന്നവർക്കെതിരെയുള്ളതാണ് ആ UAPA നിയമം. UAPA എന്നാൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. ഇതാണ് UAPA എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് മാരക ആയുധങ്ങൾ, ബോംബ് പോലെയുള്ള ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുക, ജനങ്ങളിൽ ഭീതി വളർത്തുക, രാജ്യത്തിനെതിരെ മതവിദ്വേഷം പടർത്തുക എന്നിങ്ങനെയുള്ള കുറ്റങ്ങളാണ് ഈ UAPA എന്ന ഇതിൽ വരുന്നത്. ഇതാണ് ആ നിയമത്തിലുള്ളത്, ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി രാജ്യദ്രോഹ കുറ്റമെന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സൈനിക വിവരങ്ങൾ ചോർത്തി മറ്റൊരു രാജ്യത്തിന് കൊടുക്കുക, അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ സർക്കാരിനെതിരെ പ്രവർത്തിക്കുക, നമ്മുടെ ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിക്കുക, ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളാണ് രാജ്യദ്രോഹ കുറ്റത്തിൽ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും രണ്ടാണെന്ന് അറിഞ്ഞൂടാത്തവരാണ് എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് ഇതുപോലുള്ള കമൻറ്റുകൾ ഇടുന്നത്. ഇനിയെങ്കിലും ദയവായി നിങ്ങൾ മനസ്സിലാക്കുക, ഇത് രണ്ടും രണ്ടാണ്. മതതീവ്രവാദവും രാജ്യത്തിന് ഭീഷണി തന്നെയാണ്, അതുപോലെ തന്നെയാണ് രാജ്യദ്രോഹം കുറ്റവും. അത് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും രാജ്യത്തിൻ്റെ വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്ന, തന്ത്രപ്രധാന കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്നത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്. അതിന് അവരെയും ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിനെ ഒരിക്കലും നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നവരാരും തന്നെ അനുകൂലിക്കുകയില്ല. എന്നാൽ അതിലും തീവ്രമാണ് മതതീവ്രവാദം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലോകം മുഴുക്കെ നടക്കുന്നത് മതതീവ്രവാദമല്ലേ? ഈ മതതീവ്രവാദം കയറ്റി അയക്കുന്നത് ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ തന്നെയല്ലേ?